ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോജെ കിച്ചൻ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്, ചിക്കൻ പിസ്സ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന്. അതിന് മുമ്പായിട്ട് ഞാൻ സ്ഥിരമായി പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കാതിരിക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് പിസ്സയ്ക്ക് മെയിനായിട്ട് അതിനകത്ത് നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കുഴക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴത്തേനും കുറച്ച് വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും അത് കുഴച്ചെടുക്കാനുള്ള ഈസിനെസ്സിന് അതായിരിക്കും നല്ലത്. അപ്പം ഇനി നമുക്ക് വേണ്ടതൊരു മെഷറിംഗ് കപ്പാണ്. മെഷറിംഗ് കപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ എല്ലാ സാധനവും അളക്കേണ്ടത് ആ സെയിം കപ്പിൽ തന്നെയായിരിക്കും. ഞാനിവിടെ ഇങ്ങനെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്, ഒരു സെറാമിക്കിൻ്റെ കപ്പാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം, വാം വാട്ടർ, ഒത്തിരി ചൂടായി പോകരുത്, തീരെ തണുത്ത വെള്ളം ആകല്ല്. അപ്പോൾ അത് ഞാൻ ചൂടാക്കി അളന്നെടുത്ത് വെച്ചതാണ്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഇടുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി അതിലേക്ക് വേണ്ടത് 2 തുടങ്ങി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. 2 തുടങ്ങി 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോഴത്തേനും ചിലർക്ക് ആ ബ്രെഡിന് ഒരല്പം മധുരം ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, പക്ഷേ ചിലർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മധുരത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ പഞ്ചസാര ഒട്ടും ഇടാതിരിക്കാൻ പറ്റില്ല, എന്നാലാണ് നമുക്ക് ആ ഈസ്റ്റും പഞ്ചസാര എല്ലാം കൂടെ കൂടുമ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് ആ മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പൊടി എന്ന ഭാഗത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കൊന്നും കൂടെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നല്ലോണം ടേബിൾ ടോപ്പിലിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ഞാൻ ആ ഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും മാവ് കുഴച്ചെടുക്കുമ്പോഴത്തേനും വലിയൊരു പാത്രത്തിനകത്ത് വേണം എടുക്കാനായിട്ട്. കാരണം ഇതൊരു 2 hours നമ്മൾ പുറത്ത് ഒരു ഇച്ചിരി ചൂടുള്ളിടത്ത് വെക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. ബ്രെഡിനൊക്കെ കുഴച്ച് വയ്ക്കുന്നത് ഇത് നമ്മൾ ബേസാണ്, പിസ്സയുടെ ബേസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ബേസ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ മാവിനെ നമുക്ക് അടച്ച് ഒരു 2 hours വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒന്ന് നോക്കുക, നോക്കിയിട്ട് അത് ഒത്തിരി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് 2 hours ആകുമ്പോൾ എടുത്തിട്ട് വരാം. മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഒരു 2-3 hours ഒക്കെ ആയി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിനൊന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് പാത്രത്തിനകത്തേക്ക് മാറ്റാം. നമ്മൾ പിസ്സ ബേസ് ആക്കുകയാണ്. ബ്രെഡ് നല്ല കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വയ്ക്കുക, അല്ല കനം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് വയ്ക്കുക. അത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. ഞാനൊന്ന് കുറച്ചെടുത്തിട്ട് ഞാനിവിടെ ഒരു പാത്രം കുറച്ച് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. നമ്മൾ ആ മാവ് നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ അത് നല്ല ബ്രെഡ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. അത് അങ്ങനെ പൊങ്ങി വരണ്ടെന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ മേളിൽ നമ്മുടെ ഫോർക്ക് കൊണ്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ കുക്കിൻ്റെ ചീസ് ഞാൻ കുറേ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് കൂടുതൽ ഒത്തിരി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഓരോ ഷീറ്റായിട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് അത്ര ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറേ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് എടുത്ത് തേച്ച് കൊടുക്കണം. അത് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. നമുക്ക് അതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റ് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഒരല്പം എണ്ണയ്ക്കകത്തൊരു ശകലം മുളക് പൊടിയും കുരുമുളക് പൊടി മാത്രം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. വേവിക്കുമ്പോഴത്തേനും അതിനകത്തേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്ര ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ ആ സോസ് എടുത്തതാണ്. അപ്പോൾ അത് ഇനി ബാക്കി വേവ് ഈ പിസ്സയുടെ മുകളിലിരുന്ന് വേവും. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഒലീവ്സ് കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമുക്ക് വേണമെങ്കിൽ കളർഫുൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ടൊമാറ്റോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. അതിന് ഇനി ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, എൻ്റെ കുക്കിംഗ് റേഞ്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം അല്ല, അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ കൂടുതൽ തീയിൽ ഒരു 10 മിനിറ്റ്സോളം ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ വെച്ച് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ പിസ്സയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 22 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ ഇത് വെന്ത് വരാനായിട്ട്. നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ പിസ്സയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 22 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ ഇത് വെന്ത് വരാനായിട്ട്. നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിനൊരു കഷ്ണം ഞാൻ മുറിച്ചിട്ടുണ്ട്, അതിനൊന്ന് എടുത്ത് നോക്കാം. ബ്രെഡ് തിക്കായിട്ടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ട് വരണം എന്നുള്ളവർക്ക് ആ ഫോർക്കൂട് നല്ലോണം ഒന്ന് നിറയെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊങ്ങി വരത്തില്ല, ഒത്തിരി ഇച്ചിരി ഹാർഡായി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.